ക്രൈസ്തവ സഭയുടെ പ്രാരംഭകാലത്ത് വിവിധ ദേശങ്ങളിൽ സഭയുടെ സ്ഥാപനത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും നേതൃത്വം നൽകിയ വിശുദ്ധ പൗലോസ് അവിവാഹിതനും സഭയിൽ വിവാഹിതരഹിതം പ്രോത്സാഹിപ്പിച്ച വ്യക്തിയുമായിരുന്നു. എല്ലാവരും തന്നെ പോലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവരായി കാണുവാൻ അദ്ദേഹം ആശിച്ചിരുന്നു. സംയമനം സാധ്യമില്ലാത്തവർ വിവാഹിതരാകട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. കർത്താവിന്റെ കാര്യങ്ങളിൽ തൽപരരായി ജീവിക്കുന്ന അവിവാഹിതകളും കന്യകകളും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കുവാൻ അദ്ദേഹം നിഷ്കർഷിക്കുന്നുണ്ട്. കൂടാതെ വിശുദ്ധ ബൈബിളിൽ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ബ്രഹ്മചാരികളായ 144,000 വ്യക്തികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ബ്രഹ്മചര്യം എന്ന ജീവിതക്രമത്തിന് തിരുലിഖിതം നൽകുന്ന പ്രാധാന്യമാണ് അവിടെ സ്പഷ്ടമാകുന്നത്. വിവാഹിതരായ ബിഷപ്പുമാരെ കുറിച്ചും വിശുദ്ധ ബൈബിളിൽ പ്രതിപാദ്യമുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഏകഭാര്യാവ്രതം ഉറപ്പുവരുത്തുന്നവരായിരിക്കണം മെത്രാൻ എന്നിങ്ങനെ പല നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ സഭയുടെ ഘടനയിൽ വിശ്വാസ ജീവിത രീതികളിൽ കാലാകാലങ്ങളിൽ ഉരുത്തിരിഞ്ഞ ചിന്തകളുടെയും ബോധനങ്ങളുടെയും പുരോഗതിയിൽ ബ്രഹ്മചര്യം പുരോഹിതർക്ക് മാത്രം പ്രധാനപ്പെട്ട ഒരു യോഗ്യതയായി കണക്കാക്കാൻ തുടങ്ങി. സ്വർഗരാജ്യത്തെ പ്രതി സ്വയം ഷണ്ഡത്വം സ്വീകരിക്കുന്നവരെ കുറിച്ച് ഈശോ മിശിഹ തന്റെ ശിഷ്യരോട് പറയുന്നുണ്ട്. ഈ വചനത്തെ ആസ്പദമാക്കിയാണ് 1-ാം നൂറ്റാണ്ട് മുതൽ കിഴക്ക് പടിഞ്ഞാറ് സഭകളിൽ ബ്രഹ്മചര്യം നിലവിൽ വരുന്നത്. സന്യാസം, ബ്രഹ്മചര്യം, അവിവാഹിത ആത്മീയ ജീവിതം എന്നിവ നിഷിദ്ധമാണെന്നും ദൈവവചനത്തിൽ എവിടെയും പറയുന്നില്ല. കൂടാതെ ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡത്വം സ്വീകരിക്കുന്നതിൽ മഹത്വമുണ്ടെന്ന് ഈശോ മിശിഹ വ്യക്തമാക്കുന്നുണ്ട്. ഈശോ മിശിഹയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം വിവാഹിതയെങ്കിലും നിത്യകന്യകയായിരുന്നു എന്ന വിശ്വാസമാണ് ക്രൈസ്തവ സഭ ആദിമ നൂറ്റാണ്ട് മുതൽ വെച്ചു പുലർത്തിയിരുന്നത്. 1-ാം നൂറ്റാണ്ടിലെ സഭാപിതാവായ ഇഗ്നേഷ്യസിന്റെ കത്തുകളിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ദൈവമാതാവിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കൂടെ താമസിച്ചിരുന്ന ഭക്ത സ്ത്രീകളെ കുറിച്ചും സഭാപിതാക്കന്മാർ സൂചന നൽകുന്നുണ്ട്. അവിവാഹിതരായി മറിയത്തോടൊപ്പം സഹവസിച്ച ഈ ഭക്ത സ്ത്രീകളുടെ പിന്തുടർച്ചയാണ് ക്രൈസ്തവ സന്യാസികൾ എന്നൊരു പാരമ്പര്യ വിശ്വാസം എക്കാലത്തും ശക്തമാണ്. ക്രൈസ്തവ സഭയിൽ സന്യാസ ജീവിതക്രമം രൂപപ്പെട്ടതിന്റെ ചരിത്ര പശ്ചാത്തലത്തിന് കളമൊരുക്കിയ മറ്റൊരു ഘടകം ആദിമസഭയുടെ കാലഘട്ടത്തിൽ നേരിട്ട അതിക്രൂരമായ മതമർദ്ദനങ്ങളായിരുന്നു. വിശ്വാസത്തിന്റെ പേരിൽ പീഡനങ്ങൾ പതിവായ ആ കാലഘട്ടത്തിൽ വനങ്ങളിലേക്കും മരുഭൂമികളിലേക്കും ഒളിച്ചോടിപ്പോയവർ അവിടെ സ്ത്രീകളെയും പുരുഷന്മാരും വെവ്വേറെ സമൂഹങ്ങളായി ജീവിച്ചു. പ്രാർത്ഥനയും ഉപവാസവും ഉപജീവന മാർഗത്തിനായി കൃഷിയും മൃഗപരിപാലനവും ആരംഭിച്ച ഇത്തരം സമൂഹങ്ങൾ രംഗം ശാന്തമായപ്പോഴേക്കും ഈ ജീവിതചര്യയോട് ഏറെ താരതമ്യപ്പെട്ടിരുന്നു. കാലാന്തരത്തിൽ അവർ വനത്തിലെ തപസ്സന്മാരായും മരുഭൂമിയിലെ പിതാക്കന്മാരായും അറിയപ്പെട്ടു. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ ഏകാന്തവാസികളായ അനേകം പിതാക്കന്മാരെ കാണുവാൻ സാധിക്കും. നഗരങ്ങളെയും പണത്തെയും വെറുത്തുകൊണ്ട് മരുഭൂമികളിൽ ജീവിച്ച വിശുദ്ധ അന്തോണിയും വിശുദ്ധ മക്കാറിയോസും വിശുദ്ധ അർസ്തേനിയസും ഇവരിൽ ചിലർ മാത്രമാണ്. മരുഭൂമിയിലെ മാതാവായി അറിയപ്പെടുന്ന ഏകാന്തവാസിനിയാണ് സിസ്റ്റർ സിക്ലേറ്റിക്ക. 21-ാം നൂറ്റാണ്ടിലും ഏകാന്തവാസികളായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യൻ സന്യാസികൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്നത് ഒരുപക്ഷെ പലർക്കും അത്ഭുതമുളവാക്കുന്ന കാര്യമായിരിക്കും. ഏകാന്തവാസത്തെയും സമൂഹമായി ജീവിക്കുന്നവരുടെ സന്യാസത്തെയും സംബന്ധിച്ച് വിശുദ്ധ ബേസിൽ പറയുന്നത് തനിക്ക് മറ്റ് സന്യാസികളോടൊത്തുള്ള ജീവിതമായിരുന്നു പ്രിയപ്പെട്ടത് എന്നാണ്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, ഏകനായി ജീവിച്ചാൽ തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ആരും ഉണ്ടാകില്ല, ആത്മീയമായി പരിപക്വമാകുവാൻ മറ്റൊരുവന്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്നായിരുന്നു. കൂടാതെ താഴ്മയും ക്രിസ്തീയ ജീവിത വിശുദ്ധിയും സേവനോത്സുകതയും നിലനിർത്തുവാൻ സമൂഹ ജീവിതമാണ് മഹനീയം എന്നായിരുന്നു വിശുദ്ധ ബേസിൽ മനസ്സിലാക്കിയത്. ഇപ്രകാരം സന്യാസ ജീവിതത്തിലൂടെ ക്രിസ്തീയ ജീവിതം പരിശീലിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ക്രൈസ്തവർ ഇന്ന് ലോകത്തുണ്ട്. കത്തോലിക്ക സഭയിൽ സന്യാസിനികളായി ഏകദേശം 6.5 ലക്ഷത്തോളം സ്ത്രീകൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ലോകത്തെ മാറ്റിമറിച്ച ആദ്യത്തെ 10 സന്യാസികളിൽ ഒരാളായിട്ടാണ് മദർ തെരേസയെ കണക്കാക്കുന്നത്. പ്രമുഖ പ്രൊട്ടസ്റ്റന്റ് സഭയായ ആംഗ്ലിക്കൻ സഭയിൽ മാത്രം 2500ഓളം സന്യാസിനികൾ ഇന്നുണ്ട്. കന്യാസ്ത്രീകൾ കർത്താവിന്റെ മണവാട്ടികൾ. കത്തോലിക്കരായ കന്യാസ്ത്രീകൾ ക്രിസ്തുവിന്റെ മണവാട്ടിമാരായിട്ടാണ് തങ്ങളെ കരുതുന്നത്. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ ആരാധിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് താനെന്ന വിശ്വാസബോധത്തിൽ ജീവിക്കുവാനാണ് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കന്യാസ്ത്രീകൾ ഈ വസ്തുത ഉറച്ചു വിശ്വസിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കുടുംബജീവിതം നയിക്കുന്നവർക്ക് പലപ്പോഴും ഇത്തരം അവബോധങ്ങളിൽ ആഴ്ന്നിറങ്ങാൻ കഴിയാതെ വരുന്നു എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇത്തരം പ്രതിബന്ധങ്ങളില്ലാതെ കർത്താവിനെ വാസ്തവമായി സേവിക്കുന്ന കന്യാസ്ത്രീകൾ പരസ്യമായി തങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടികളാണെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഓരോ ക്രൈസ്തവനെയും പ്രചോദിപ്പിക്കേണ്ട സംഗതിയാണ്. കന്യാസ്ത്രീകളുടെ ഈ അവകാശവാദം വചനവിരുദ്ധമല്ല, തികച്ചും വചനാധിഷ്ഠിതമാണ്. തങ്ങൾ മാത്രമേ ക്രിസ്തുവിന്റെ മണവാട്ടിമാരായിട്ടുള്ളൂ എന്ന് അവർ ഒരിക്കലും അവകാശപ്പെടാറില്ല എന്നത് വിസ്മരിക്കരുത്.